തന്റെ പുക്കൂടക്കിനെ പോകുമ്പോ എവിടേക്കാന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ച് അതുണ്ടായില്ല. ഞാൻ എന്നെ കുറുക്കിയായിരുന്നു ഈ ഓലയിൽ. എന്റെ കാലം അവസാനിക്കാറായി എന്നൊരു തോന്നൽ. എന്റെ കാലം തുടങ്ങിയല്ലടോ. ഇനി ഈ വീട്ടിൽ കാത്തിരിക്കണ പെണ്ണിനെ കുറിച്ചുള്ള സ്വൈരക്കടില്ലാത്ത അത്ഭുതങ്ങൾ കൊത്തിവെക്കാൻ ഇറങ്ങാനോ? വീട്ടിൽ കാത്തിരുന്ന മാളു എന്റെ കരുത്തും വേഗവുമായിരുന്നു എന്ന് നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഇല്ല. ഇനി ഞാനിതിന് ശ്രമിക്കില്ല. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം പഠിച്ചതും അറിഞ്ഞതും എല്ലാം ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥം തയ്യാറാക്കാനുള്ള ശ്രമം. തച്ചുശാസ്ത്രത്തിൽ നിന്നും സമരാങ്കണ സൂത്രധാര ശാസ്ത്രത്തിൽ നിന്നും കടമെടുത്തതും ഞാൻ കണ്ടെത്തിയതും എല്ലാം ഇതിൽ പെടും. വരും കാലങ്ങളിൽ ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അതും ഒരു പുണ്യം. അതൊക്കെ വലിയ കാര്യം. എന്നിട്ട് ഈ ചോദിച്ചില്ല ഞാൻ എവിടേക്കാ പോണെന്ന്. നീ ചോദിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പറയാം. ഞാൻ എങ്ങോട്ടേക്കിലും എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്റേതെന്ന് പറയാൻ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോ മണ്ണായിപ്പോയി. പിന്നെ ഞാൻ എന്റെ സ്വന്തം കരുതിയ കണ്ണ് ഓരിന്ന് മറ്റൊരു പെരുന്തച്ഛനാ. കണക്കിൽ പേച്ചരാശാരിയോട് ആ ബന്ധവും ചേരൂല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ തന്ത എന്തിന്റെ പേരിലാ പണം കെട്ടിക്കിടക്കണ്. കടന്നു പൊക്കൂടേത് ഓനിന്റെ മുഖത്ത് നോക്കി ചോദിച്ച്. പേരക്കുട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടി ആ കണക്കും തെറ്റിപ്പോയി. ആ നീ പോണം, എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പോണം. പോയിക്കോ, ഞാൻ തടയില്ല. എല്ലാ ബന്ധങ്ങളും അകന്നു പോകുമ്പോൾ മാളുവിന്റെ അച്ഛനെ മാത്രം ഞാൻ എന്തിനു തടഞ്ഞു വെക്കണം? പോണതിനും മുമ്പ് ഈ മൂത്താശാരിക്ക് ഞാൻ മനസ്സിൽ തന്നിരുന്ന സ്ഥാനം ഒരു ശത്രുവിൻ്റെതായിരുന്നില്ലെന്ന് വിശ്വസിക്കണം. ഒരു നിർമ്മാണത്തിന് മുമ്പ് ഞാൻ മനസ്സിൽ സ്മരിക്കുന്ന സകല ഗുരുക്കന്മാരുടെയും കൂടെ ഈ മുഖവും ഉണ്ടായിരുന്നു. ഞാൻ എഴുതുന്ന ഈ ഗ്രന്ഥത്തിൽ ഭോജരാജന്റെ സമരാങ്കണ സൂത്രധാര ശാസ്ത്രങ്ങൾക്കൊപ്പം തന്നെയാ ഞാൻ ഈ തുപ്രനാശാരിയുടെ മഴുത്തായ കണക്കും കുറിച്ചിട്ടിരിക്കണേ. എല്ലാത്തിനും ഉപരി ഒരച്ഛന്റെ സ്ഥാനം തന്നിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ പറയാം. അതുകൊണ്ട് പോയിക്കോ. ശേഷിച്ച ജീവിതത്തിൽ സ്വാസ്ഥ്യം കിട്ടുന്നത് എവിടേക്കാ വെച്ചാ അവിടേക്ക് കടന്നു പോയിക്കോ. ഓള നേരത്തും നീ നന്നായി വരണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം പറയുന്നതെല്ലാം പിഴച്ചു പോകുന്ന ഒരു നശിച്ച നാക്കാന്റെ ഞാൻ നന്നാവെന്ന് പറഞ്ഞതിന്റെ പേരില് നിനക്ക് നന്മയുണ്ടാവാതിരിക്കണ്ട. ഓട്ടെ പെരുന്തച്ഛ. ആ പെരുന്തച്ഛൻ അല്ലേ? രാമൻ എന്നാണ് പേര്. ചിലർ പെരുന്തച്ഛന്ന് വിളിക്കും, സ്നേഹമുള്ള ഒരു മൂത്താശാരെന്ന് വിളിക്കും. രാഷ്ട്രം നല്ലോണുണ്ട്. ഒന്ന് എഴുന്നേറ്റ് വണങ്ങാൻ പോലും പട്ടി കാണിക്കണം. തന്റെ മകനെ കുറിച്ചൊരു പരാതി അയാളുടെ പണിയെ കുറിച്ചാ. അയാളുടെ അച്ഛനെന്നും ഗുരുനാഥനെന്നുള്ള നിലയ്ക്ക് പരിഹാരം കാണേണ്ട ബാധ്യത തനിക്കുണ്ട്. ഭീമമായ ധനം ദഗം ചെയ്ത് ബ്രാഹ്മണ സമൂഹം അയാളെ കൊണ്ട് പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങളുടെയും എട്ടുകെട്ടുകളെയും കൊത്തുപുരകൾ മാസങ്ങൾ കഴിയും മുമ്പേ നിറം മങ്ങി പൂതലിച്ച് വിലപ്പെട്ടു. ഭൂതാനി വസന്തിതാനി ബലിം ഗൃഹത്വാ വിധിവൽ പ്രയുക്തം അന്യത്ര വാസം പരികൽപ്പയാമി ക്ഷമന്തു താനദ്യ നമസ്തുഭൃത്യ.
എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ശ്ലോകം തമ്പ്രാക്കൾക്ക് വശമുണ്ടായിരിക്കും അല്ലേ? അതായത് മരപ്പണിക്ക് മുറിക്കുന്ന വൃക്ഷത്തെ പൂജിച്ച് അനുവാദം തേടണം. മരക്കൊമ്പിൽ പാർക്കുന്ന കിളികളോട് മാറി പാർക്കാൻ അപേക്ഷിക്കണം. ഒടുവിൽ പുതിയൊരു സൃഷ്ടിക്കായി മരം വഴങ്ങിത്തരും. അങ്ങനെയുള്ള മരങ്ങളിൽ പണിയുന്നതെന്തും കാലങ്ങളോളം തേജസ്സോടെ നിലനിൽക്കും. അല്ലാത്തതെന്തും ഇതുപോലെ അങ്ങ് ക്ഷയിച്ചു പോകും. വേദജ്ഞരായ തമ്പ്രാക്കളോട് കേവലം ഒരു ആശാരി പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ അറിയേ? തന്നെ പാണ്ഡിത്യം ബോധ്യപ്പെടാനല്ല ഞങ്ങൾ വന്നത്. പരിഹാരം അത് താൻ ഉണ്ടാക്കണം. മകൻ വരുത്തി വെച്ച നഷ്ടങ്ങൾ ഇതുകൊണ്ടും തീരണില്ല. നിർമ്മാണത്തിന് വേണ്ടി കോവിലകങ്ങളിൽ എത്തിയാൽ പിന്നെ വാസ്തുവരെ തീരുവോളം കോലൊത്ത പെണ്ണുങ്ങളില്ല അവന്റെ കണ്ണ്. ഒത്തുപുരകൾ പലപ്പോഴും അവന്റെ ആഭാസങ്ങളുടെ അന്തപുരങ്ങളായ കഥകൾ നാട്ടിൽ പാട്ടായിരിക്കും. പറയുന്നത് സത്യങ്ങളാണെങ്കിലും ഒരച്ഛനോട് പറയാമോ തമ്പ്രാൻ? ഓ, പെട്ടെന്ന് താനെങ്ങനെയാ അച്ഛനായത്? അവസാനമായി നാം പറയാ, മക്കളെ നല്ലത് ചൊല്ലി വളർത്താത്തതിന് പിഴ നൽകേണ്ടത് തന്തമാർ തന്നെയാ. തെമ്മാടിയായ മകൻ ദേശത്ത് നാശങ്ങൾ വിതയ്ക്കും മുമ്പ് പറ്റുമെങ്കിൽ താൻ തന്നെ അവൻ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേ. എന്താണോ വേല? എന്തായി തമ്പ്രാക്കൾ പറയണത്? പറയുന്ന തമ്പ്രാക്കളാകുമ്പോ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാവും. പക്ഷേ ഈ തമ്പ്രാക്കളിൽ നിന്നും കനത്ത ധനം പ്രതിഫലം പറ്റുന്ന കണ്ണൻ ഒരു നേരത്തെ കഞ്ഞിക്കുള്ള കൂലി പോലും പണിക്കാർക്ക് നൽകാറില്ല. ധനം, പണം, വെട്ടിക്കുറക്കുന്നതും പിടിച്ചുപറിക്കുന്നതുമായ പണം. തത്വശാസ്ത്രത്തിൽ ഇതിന്റെ എല്ലാം കണക്കുകൾ എവിടെയാ കുറിച്ചു വച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊന്നും പെരുന്തച്ഛൻ അറിയേണ്ട കാര്യമില്ല. തമ്പ്രാക്കളിൽ നിന്നിടുന്ന പ്രശംസകൾ കൊണ്ട് തന്നെ വയറ് നിറഞ്ഞിരുന്നില്ല അങ്ങേക്ക്. പക്ഷേ എന്ത് പണിതാലും ഒന്നും ആവാൻ കഴിയാത്ത ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആശാരിപ്പണിക്കാർക്ക് വയറും കൂലി ഒരു പ്രശ്നം തന്നെയാണ് അമ്മവ. അപ്പൊ പെരുന്തച്ഛന്റെ കണക്കും പിഴയ്ക്കും എനിക്ക് ഉത്തരവില്ല. ഒന്നും ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇക്കണ്ട കാലം അത്രയും കൂടാടുന്നിട്ടും അമ്മാവനിൽ നിന്നും നല്ല ഒന്നും പഠിക്കാൻ കഴിയാതെ പോയൊരു ശിഷ്യനാണ് ഞാൻ. എങ്കിലും അഹങ്കാരത്തോടെ പറയാറുണ്ട്, ഞാൻ പെരുന്തച്ഛന്റെ ശിഷ്യനാണ്. വേല, ഈ മനസ്സിലെന്നും ദൈവത്തെ പോലെ പൂജിക്കാറുണ്ട്. എന്റെ ദൈവത്തിന് വേദനയ്ക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാം. എന്താണ്? പെരുന്തച്ഛനെ തോൽപ്പിക്കാൻ കണ്ണൻ പുതിയൊരു ക്ഷേത്രപ്പടി കൂടി ഏറ്റെടുത്തു. ഒരിക്കൽ തേവനാശാരിയോട് നീതി പുലർത്തിയില്ലെന്നും പറഞ്ഞ് അമ്മാവൻ പിന്മാറിയ മംഗലത്തമ്മയുടെ ക്ഷേത്ര ഞാനും പണിക്ക് ചേർന്നു. അവൻ വെച്ച് നീട്ടുന്ന ഭിക്ഷ കിട്ടിയിട്ടാണെങ്കിലും എനിക്കും ജീവിക്കണ്ട അമ്മാവ. ജീവിക്കണ്ട അമ്മാവ. കണ്ണന്റച്ചാ, കണ്ണന്റച്ചാ, എന്റെ മാളു ഇനിയും ഇവിടുന്ന് പറയൂ കണ്ണൻ അഹങ്കാരിയല്ലാന്ന്. അഹങ്കാരിയല്ല മാളു, ആഭാസൻ. നീ നന്മ ചൊല്ലി വളർത്തിയ നമ്മുടെ മോനിപ്പോ നാട്ടിലേത് പെണ്ണിന്റെയും മടിക്കുത്തഴിക്കാൻ മടിയില്ലാത്ത വാശവൻ. കൂടപ്പിറപ്പുകളെ പട്ടിണിക്കിടുന്ന നീചൻ. നമ്മൾ കൂട്ടിയ കണക്കുകളെല്ലാം പിഴച്ചു പോയി മാളു, പിഴച്ചു പോയി. തത്വശാസ്ത്രം, സമരാങ്കണ സൂത്രധാരാ ശാസ്ത്രം, ശർമാവേ പെരുന്തച്ഛൻ ഗ്രന്ഥരചനയിൽ പാരമ്പര്യങ്ങൾക്ക്
തലമുറകൾക്ക് ജീവിതത്തിന്റെ കണക്കുകൾ പിഴച്ച അച്ഛൻ ഇനി എന്ത് ഗ്രന്ഥം രചിക്കാനാ? ഞാനിനി എന്ത് ഗ്രന്ഥം രചിക്കാനാ? ഇതെഴുത്താണി കയ്യിലെടുക്കേണ്ട നേരമല്ല, നെഞ്ചിലെ നോവിലുലച്ച് മൂർച്ച വരുത്തിയ വീത്തുളി കയ്യിലെടുക്കേണ്ട നേരം. നീ എന്നോട് മുറുക്കുക, നിന്നെ തനിച്ചാക്കി ഞാൻ ഇറങ്ങുക, നിന്റെ പെരുന്തച്ഛൻ ഇറങ്ങുക.